Hello guys, welcome back to our channel Gamer Vortex _100k. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹൗ ടു സെറ്റ് അപ്പ് എ ഫ്രീ മൈൻക്രാഫ്റ്റ് സെർവർ എന്നാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോണ അറ്റർനോസിലാണ് അത് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആദ്യം നിങ്ങൾ അറ്റർനോസിന് സെർച്ച് ചെയ്തിട്ട് അറ്റർനോസ് ORGയിൽ കയറാം, ദെൻ പ്ലേ അടിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ലോഗിൻ ഉണ്ടാവും, ജസ്റ്റ് ലോഗിൻ. അപ്പോൾ നമ്മളങ്ങനെ അക്കൗണ്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ക്രിയേറ്റ് സെർവർ കൊടുക്കുക. ഇത് നിങ്ങൾ ബെഡ്റോക്ക് ആണോ ജാവ ആണോ എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ ബെഡ്റോക്ക് ആയതിനാൽ ഞാൻ ബെഡ്റോക്ക് കൊടുക്കും. ദെൻ നിങ്ങൾക്ക് ഇവിടെ മാറ്റാനൊക്കെ പറ്റും കേട്ടോ. ഇവിടെ കൊടുക്കാൻ എക്സാമ്പിൾ ഇപ്പോൾ മാറ്റിയിട്ട് ലൈഫ് സ്റ്റൈൽ SMB എന്നോ ഇങ്ങനെ പറ്റും. പിന്നെ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ലൈഫ് സ്റ്റൈൽ SMB ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യണ കാരണം ഒന്നും ചെയ്യില്ല. ഓക്കെ, അങ്ങനെ നമ്മളെ സെർവറിൽ കയറിയിട്ടുണ്ട്. ഒരു സെർവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വേറെ സെർവർ കയറിക്കില്ല. ദെൻ നിങ്ങൾ ബാക്കപ്പ് എപ്പോഴും എടുത്തേക്കാന്ന് ഞാൻ പറയുള്ളൂ. ബാക്കപ്പ് എടുത്തേക്കാനാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങളെ സെർവർ എന്തെങ്കിലും ആയിട്ട് ക്രാഷ് ആവുക അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ബാക്കപ്പ് ആഡ് ചെയ്യുക. പിന്നെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇത് ബെഡ്റോക്കാണ്, പോർട്ട് ഇതാണ്. പിന്നെ വേർഷൻ ഇവിടെ നമുക്ക് മാറ്റാൻ പറ്റും. പോർട്ട് ഇവിടെ ഉണ്ട്. ദെൻ നമ്മൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ, അതായത് ചില മൂഡ്സ് കയറ്റാൻ പറ്റണമെങ്കിൽ സോഫ്റ്റ്വെയർ നമ്മൾ പേപ്പർ ബക്കറ്റ് അല്ലെങ്കിൽ പോക്കറ്റ് മൈനാണ് ബെഡ്റോക്ക് എഡിഷനിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോക്കറ്റ് മൈൻ കയറ്റാം, അതിൽ ലേറ്റസ്റ്റ് വേർഷൻ കയറ്റാം. പോക്കറ്റ് മൈൻ കയറ്റിക്കഴിഞ്ഞാൽ ഏത് വേർഷനിലുള്ളവർക്കും കയറാൻ പറ്റും. ജസ്റ്റ് റീഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക, അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് പോക്കറ്റ് മൈൻ ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഇവിടെ പ്ലഗിൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ടാവും. ആദ്യം വേണമെങ്കിൽ നമുക്ക് വേൾഡിൽ പോയിട്ട് ഒരു വേൾഡ് അപ്ലോഡോ ജനറേറ്റോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ റാൻഡം സീഡായിട്ട് റാൻഡം കൊടുക്കാം നമുക്ക്. അങ്ങനെ വേൾഡ് ടൈപ്പ് ഡിഫോൾട്ട് കൊടുക്കുക, ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ വേൾഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഓപ്ഷൻസിൽ നമുക്ക് ചീറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ സ്ലോട്ട്സൊക്കെ ഇവിടെ കൂട്ടാൻ പറ്റും കേട്ടോ. സ്ലോട്ട്സൊക്കെ ഇവിടെ കൂട്ടാൻ പറ്റും, ഇവിടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്പർ അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ 223 എന്നൊക്കെ ഡിഫിക്കൽട്ടി. വൈറ്റ് ലിസ്റ്റ് ഓൺ ചെയ്തതിനാൽ ഗൈസ് ഒരിക്കലും നിങ്ങൾ ക്രാക്കഡ് ഓൺ ചെയ്യരുത്. ക്രാക്കഡ് ഓൺ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ, അതായത് ഈ അറ്റർനോസിലത്തെ സെർവർ ഉണ്ടാക്കി നിങ്ങളുടെ യൂസർ നെയിം വെച്ചിട്ട് ചില പ്ലേയേഴ്സിന് നിങ്ങളുടെ സെർവർ അബ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഫുള്ള് TNT വെച്ച് സെർവർ ഇതാക്കാൻ പറ്റും. പിന്നെ സ്പോൺ പ്രൊട്ടക്ഷൻ കൂട്ടണമെങ്കിൽ കൂട്ടാം. ഒരിക്കലും ക്രാക്കഡ് ഓൺ ചെയ്യരുത്. വൈറ്റ് ലിസ്റ്റ് ഓൺ ചെയ്യൽ നല്ലതാണ്. ഇറ്റ് ഈസ് യുവർ ചോയ്സ്. പിന്നെ പ്ലഗിൻസ് എടുക്കുക. പ്ലഗിൻസിൽ ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. അതായത് പിന്നെ മൈ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷവൽ വെച്ചിട്ട് നമ്മൾ സ്ഥലം ക്ലൈമില്ല, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇതിൽ. ഗോൾഡ് പ്രൊട്ടക്ട്. പിന്നെ നമ്മളെ ചില സെർവറിലൊക്കെ തലൻ്റെ മുകളിലായിട്ട് കാണിച്ചു കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് ആക്സസിൽ ഇതിൽ ആൻറ്റി സ്പാം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഓട്ടോ കിക്ക് ബാൻ, അതായത് നമ്മൾ ഫ്ലൈ ചെയ്യില്ല, ക്രിയേറ്റീവായിട്ട് ഫ്ലൈ ചെയ്യണതിന് അഡ്മിൻസ് അങ്ങനത്തെവർക്കല്ലാതെ ഫ്ലൈ ചെയ്തതിനാൽ കിക്കും ബാനൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ചെസ്റ്റ് ഷോപ്പ്, അതായത് ഒരു ഷോപ്പ് കമാൻഡ് ഉണ്ട്, /ഷോപ്പ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ചില അസംബ്ലി എക്സാമ്പിൾ ഡോക്ടർ ഡോണ്ടിൻ്റെ അസംബ്ലിയൊക്കെ ഉണ്ട് അത്. അതേപോലെ തന്നെ എക്സെട്ര. പിന്നെ പ്ലെയർ അഡ്മിൻ, അതായത് ഈസി പ്ലെയർ മാനേജ്മെൻറ്റ്, അവരെ ഇതുണ്ടാവും, പ്ലെയർ മാനേജ്മെൻറ്റ് ഉണ്ടാവും, അതായത് അവർ അഡ്മിനാണോ മെമ്പറാണോ അങ്ങനെ ആയിട്ട്. പിന്നെ ഹെൽത്ത് ടാഗ്, അതായത് മുകളിൽ ഇങ്ങനെ കാണിക്കില്ലേ 20 ലൈഫ് അങ്ങനെ കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ അഡ്മിൻ ലോഗിന്, അതായത് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്ത് അങ്ങനെ കയറുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ ആൻറ്റി ഹാക്ക്, പിന്നെ നമ്മൾ ഇതിൽ സെൽ ഓൾ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ സെല്ല് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന സംഭവമുണ്ട്. പിന്നെ റാങ്ക് സിസ്റ്റം, അതായത് മാനേജർ, അങ്ങനത്തെ ഓരോ സിസ്റ്റം. പിന്നെ ടേൺ സൈൻ ടു വേൾഡ് ബോർഡ്, അതായത് സൈൻ ബോർഡ് കമാൻഡ്, സൈൻ വെച്ചിട്ട് ടെലിപ്പോർട്ടിങ്ങിൻ്റെ ഇത്, അത് നമ്മൾ ചീറ്റ്സ് ഓൺ ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കാൻ തോന്നുന്നു, ഐ തിങ്ക്. പിന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ, അഡ്മിൻ്റെ ലോഗിനിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മൾ ക്രാക്കഡ് ഓൺ ആക്കാതെ വൈറ്റ് ലിസ്റ്റ് ഓൺ ആക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്ലെയേഴ്സിൻ്റെ കൗണ്ട് കാണും. പിന്നെ സ്ലാപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമുണ്ട്, ഒരു റൈറ്റ് ക്ലിക്ക് ബട്ടൺ പോലത്തെ, അതായത് ഇത് കൂടുതലും ലൈഫ് സ്റ്റൈൽ SMB ഡോക്ടർ ഡോണ്ടിൻ്റെ സെർവർ, അങ്ങനത്തെ സെർവറിലാണ് കൂടുതൽ കാണാറ്. അങ്ങനത്തേലൊക്കെ ഉണ്ടാവും. അതായത് നമ്മൾ ജസ്റ്റ് ഒരു റൈറ്റ് ക്ലിക്ക് പോലത്തെ ഒരു ബട്ടൺ ഉണ്ട്, സ്ലാപ്പർ എന്ന് പറയുന്ന സാധനമുണ്ട്. ആ സാധനത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എത്ര ആൾക്കാർ ആക്റ്റീവ് പ്ലേയേഴ്സ് ഉണ്ടെന്നൊക്കെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏകദേശം 37ാമത്തെ പേജിലോട്ടായിട്ട് ഒരു അടിപൊളി ഫീച്ചർ ഉണ്ട്, പേപ്പർ വോൾട്ട്. അതായത് ഓരോരുത്തർ വോൾട്ട് പേപ്പറല്ല പ്ലെയർ വോൾട്ട്, സോറി മൈ മിസ്റ്റേക്ക്. പ്ലെയർ വോൾട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. പിന്നെ ഗെറ്റ് എനി പ്രൊഫൈൽ, അതായത് പ്രൊഫൈൽ ഒരു മോഡൽ ഫോർമാറ്റിൽ കിട്ടും. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. ഇത് കംപ്ലീറ്റ് ഗൈഡാണ്. നമുക്ക് എങ്ങനെ മൈൻക്രാഫ്റ്റ് സെർവർ ഫ്രീ ആയിട്ട് എറ്റർനോസിലാണ് ഉണ്ടാക്കേണ്ടത്, ഫ്രീ ആയിട്ട്. ഇത് പലർക്കും അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ നല്ല വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. പിന്നെ പ്ലെയർ ഹെഡ്, അതായത് പല സെർവറുണ്ടാവും, നമുക്ക് പ്ലെയേഴ്സിന് ഒന്നിനും അവരെ ഹെഡ് കിട്ടും, അത്. പിന്നെ ഇത് വേറെന്താ പോയി, ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ചില എറ്റർനോസ് സെർവറിൽ കണ്ടിട്ടുണ്ടാവും, മറ്റേ ബാനഡ് IP അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ കയറ്റണം, പ്ലഗിന് കയറ്റാനുള്ള ചെയ്ത് വെക്കുക. അതായത് ഇതിൽ പേപ്പർ ബക്കറ്റ് ആണ് കിട്ടുക, പേപ്പർ ബക്കറ്റ് മറ്റേലാണ്. അതായത് സിമ്പിൾ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോം റെഡിയാക്കണം. അതിൽ നമ്മൾ ഹോം സെറ്റ് ചെയ്യും, /ഹോം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹോം അത് റെഡിയാവും. പിന്നെ
അപ്പോൾ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 1K ആണ്. സബ്സ്ക്രൈബർ റോഡ് ടു 2K സബ്സ്ക്രൈബേഴ്സാണ്. ഇനി കുറച്ച് സബ്സ്ക്രൈബർ കൂടി മതി. സ്ലാപ്പർ പ്ലെയർ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു അത് നിങ്ങൾക്ക് ഒരു സ്ലാപ്പർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം നിങ്ങളെ ഇൻവെൻറ്ററി ഉണ്ടാവും. അത് നോക്കി അഡ്മിൻസ് എല്ലാവരും ഇതുണ്ടാവും. അത് നോക്കി കഴിഞ്ഞാൽ എത്ര പ്ലേയേഴ്സ് ഓൺലൈനായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. എൻ്റെ മൈൻക്രാഫ്റ്റ് സെർവർ, എനിക്കൊരു മൈൻക്രാഫ്റ്റ് സെർവർ ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഞാൻ ഡിസ്കോഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. ജസ്റ്റ് കയറുക, വൈറ്റ് ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മൈൻക്രാഫ്റ്റ് യൂസർ നെയിം ഒന്ന് എൻ്റെ ഡി എമ്മിൽ മെസ്സേജ് അയക്കാം. അങ്ങനെ നമുക്ക് സെർവറിൽ കയറാൻ പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ. ഏകദേശം 87 പേജോ അങ്ങനെ എന്തോ ഉണ്ട്. ടോട്ടല് പറയാൻ തന്നെ ഫുൾ വീഡിയോ ആയിപ്പോവും. അപ്പോൾ ഏകദേശം ഒരു വലിയ വീഡിയോ ആണ്. ലെങ്ത്ത് മാക്സിമം ലെങ്ത്ത് കുറച്ചിട്ടാണ് ഇട്ടിട്ടുണ്ട്. വേൾഡ് പ്ലെയർ കൊണ്ട് 37ാമത്തെ പേജിൽ ആയിട്ടൊരു നല്ലമ്പോഴത്തൊരു മോഡുണ്ട്. അതൊരു അടിപൊളി മോഡാണ്. ബാങ്ക് നോട്ട്സ്, ഷേഡോ ആൻഡ് ഷീറ്റ്സ്. പിന്നെ ജോബിൻ്റെ ഇതുണ്ട്, നമുക്കൊരു ജോബ് എടുക്കാൻ പറ്റും അങ്ങനെയായിട്ട്. പിന്നെ സ്പോൺ പ്രൊട്ടക്ഷൻ ഓണാക്കാം. അത് നിങ്ങളെ അതായത് നിങ്ങളെ സ്പോണിൻ്റെ ആ ഭാഗം കറക്റ്റ് അവിടെ ഒന്ന് ടീയിട്ട് വെച്ചിട്ട് പൊട്ടിക്കാൻ അങ്ങനത്തെ ഒന്നും പറ്റില്ല. അതൊക്കെ റെഡിയാവും. പിന്നെ പിങ് ടാഗ് മനസ്സിലായി, അതായത് ഒരാൾക്ക് എത്ര പിങ് ഉണ്ടെന്ന് കാണിക്കുമല്ലോ. ഇപ്പോൾ 367 അങ്ങനെ മീഡിയം പിങ്, ലോ പിങ്, ഹൈ പിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. അത് ഒന്ന്. പിന്നെ പ്രൊഫൈൽ വ്യൂ, അതായത് നമ്മളെ ആരുടെ പ്രൊഫൈലാണെങ്കിലും എന്തെങ്കിലും കേസൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് പെട്ടത് കിട്ടും. പിന്നെ ക്ലിയർ ലാഗ്, എൻറ്റിറ്റി സെർട്ടൻ പീരീഡ് ഓഫ് ടൈമിൽ ലാഗ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻറ്റിറ്റി കുറക്കൂലേ, അതായത് ഐറ്റംസ് അങ്ങനത്തെ കുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്ലെയർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെ കൊല്ലുമ്പോൾ അവരെ പ്ലെയർ ഹെഡ് കിട്ടും. അവരെ ഹെഡ്, അതായത് അവരുടെ സ്കിന്ന് വെച്ചിട്ടുള്ള ഹെഡ് കിട്ടും. ഇപ്പോൾ നോർമൽ സ്റ്റീവിൻ്റെ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റീവിൻ്റെ തല കിട്ടും. ഈ ജയിൽ എന്ന് പറയുന്നത് പണിഷ്മെൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു പ്ലെയറിനെ പണിഷ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് /ജയിൽ എന്ന് അടിച്ചിട്ട് ആ പ്ലെയറിനെ നെയിം അടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് കയറാൻ പറ്റില്ല. അതുപോലെ തന്നെ ബാനഡ് IPs ഒക്കെ ഉണ്ട് പ്ലെയർ പെർമിഷനിൽ. പിന്നെ നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും, അതായത് ഒരു സെക്കൻഡ് അഡ്മിനൊക്കെ ഉണ്ടാവും, സ്റ്റാഫ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സെക്കൻഡ് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആക്സസ് എന്ന് പറഞ്ഞതിൽ നിങ്ങൾ ജസ്റ്റ് പേര് കൊടുത്താൽ മതി. ഇപ്പോൾ FIFA വേൾഡ് കപ്പ് നടക്കണം. കാരണം നിങ്ങൾ ഏത് ടീമാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏത് ടീമിനാണ് കൂടുതൽ ഫാൻസ് കൂടുതൽ നമുക്ക് നോക്കാമല്ലോ. പിന്നെ TP ടു ഓൾ പ്ലേയേഴ്സ് ചെയ്യുക, അതായത് അതൊരു പെർമിഷൻ സെറ്റ് ചെയ്യണം. എല്ലാ പ്ലേയേഴ്സിനും നിങ്ങളുടെ അടുത്തേക്ക് TP ചെയ്യാമെന്നുള്ളൊരു സംഭവം റെഡിയാക്കണതാണ്. പിന്നെ ഓൺലൈൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സെർവറിൽ എത്ര ആൾക്കാർ ഡേയ്സ് പ്ലേഡ് എന്നൊക്കെ കാണിക്കുമല്ലേ, എത്ര ഹവേഴ്സ് കളിച്ചു അത്. പിന്നെ ക്ലിയർ പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയറിൻ്റെ ഇൻവെൻട്രി ക്ലിയർ ചെയ്യാൻ പറ്റും നമുക്ക് ഫുള്ളായിട്ട്. അതായത് ഇപ്പോൾ അയാളത്തിന് നെതറിറ്റ് ഉണ്ടായിക്കോട്ടെ, എന്ത് ബ്ലോക്ക് ഉണ്ടായിക്കോട്ടെ ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്കൊരു സസ്പീഷ്യസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ക്ലിയർ ചെയ്യാനും പറ്റും, ബാൻ ചെയ്യാനും പറ്റും. ബാൻ വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാണിംഗ് കൊടുക്കുകയാണ്. ഇതിൽ ചില ഫീച്ചേഴ്സ് ആവശ്യമുള്ളതുണ്ട്. പിന്നെ വലിയ അതിലത്തെ എല്ലാ ഫീച്ചേഴ്സും അടിപൊളി ഫീച്ചേഴ്സ് ഉണ്ട്. ഡോർബെല് മനസ്സിലാണ്ട് റിപ്പയറും. ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റേ ബോളിൻ്റെ ഒരു മോഡ് പോലത്തെ സാധനം. പ്രോപ്പർ ഡ്യുവൽസ്, വേൾഡ് TP, അതായത് നമുക്ക് വെറുതെ /TP എന്ന് അടിച്ചു കഴിഞ്ഞാൽ
ഒരു റാൻഡം പ്ലേസിലേക്ക് നിങ്ങൾ ടൈപ്പ് ആവും. എൻ്റെ സെർവറിൻ്റെ IP പോർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. Then I protect വൺ ബ്ലോക്കിൻ്റെ അറിയാമല്ലോ ഞങ്ങൾക്ക്. വൺ ബ്ലോക്ക് പിന്നെ കിക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ വല്ല പണിയും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ പണി ചെയ്തിട്ട് റെഡിയാക്കാം. പിന്നെ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാലും കുറേ അത്യാവശ്യത്തിന് മനസ്സിലാവും. 30ാമത്തെ പേജ് കിട്ടും നോക്കട്ടെ. 37. ഇനി അടുത്ത വീഡിയോ അതാ ഡിസ്കോഡ്. അതായത് ഡിസ്കോഡ് നിങ്ങളിതിൽ കണക്ട് ചെയ്യാമെന്നാണ്. ഡിസ്കോഡ് അക്കൗണ്ടും ഇതും കൂടി കണക്ട് ചെയ്യുക. പിന്നെ മാർക്കറ്റ് ക്രിയേറ്റ്, ഷോപ്പിംഗ് മാർക്കറ്റ്, ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നിക്ക് നെയിം XYZ. അത് കോഡ്സ് നിങ്ങൾ ഓപ്ഷൻസിൽ ഷോ കൂടിയിട്ട് ഓണാക്കിയാൽ മാത്രം മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇല്ല then എക്സെട്ര അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ പ്ലേ ടൈം എന്ന് പറഞ്ഞാൽ കയറിയിട്ട് എത്ര നേരമായി, പിന്നെ ഗ്രൂപ്പ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഇനി നമുക്ക് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ വൈറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് ലിസ്റ്റ് കയറാത്ത ഒരാൾക്കും നിങ്ങൾ സെർവറിൽ കയറാൻ പറ്റില്ല. പിന്നെ ഓപ്പറേറ്റർ, ബാനഡ് പ്ലേയേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സസ്പീഷ്യസ് തോന്നിയിട്ട് ബാൻ ചെയ്യുന്ന പ്ലേയേഴ്സാണ്. പിന്നെ ആക്സസിൽ നമുക്ക് ഒരാൾക്ക് സെർവറിൽ ആക്സസ് കൊടുക്കാൻ പറ്റും. യൂസർ നെയിം അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് തന്നെ ഞാൻ ഇടുന്ന അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ബൈ.